ഇവിടുന്ന് പോയാ ചേച്ചി ഞങ്ങളെ പോലീസിന് കാട്ടിക്കൊടുക്കോ? ഇല്ല. ഇല്ലേ? സത്യമായിട്ടും ഇല്ലേ? ഇല്ല. അത് വെറുതെ. ചേച്ചി പോകും, ഞങ്ങളകത്തും കിടക്കും. എന്താ പോലീസ് പറയാത്തെ? അത് പറഞ്ഞേ. ഞങ്ങൾ ചേച്ചി അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ടല്ലേ പനി വന്നത്? അല്ല, പനി അല്ലെങ്കിലും വന്നല്ലേ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്തത്? അത് പിന്നെ ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ, ഞങ്ങൾ സസ്പെൻഡും ചെയ്തു. ദാമോട്ടൻ പറഞ്ഞിട്ടാ. ഞാൻ അടിച്ചില്ല കേട്ടോ, ഇവനെ അടി അടിച്ചു. ഇല്ലടാ? ഇല്ല. നീ അടിച്ചു? ഇല്ലെന്ന്. അപ്പൊ നീ അടിച്ചു എന്ന് പറഞ്ഞതോ? പോടാ. വഴക്കു വേണ്ട, രണ്ടുപേരും അടിച്ചു. കൊണ്ടത് ഞാനല്ലേ. നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കോ? എനിക്കൊരു ചേച്ചി ഉണ്ടല്ലോ, പക്ഷേ ചേച്ചി എന്നെ തല്ലും. ചേച്ചി എവിടെയാ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ടൈപ്പിസ്റ്റാ. ഇന്ന് 28-ാം തീയതിയിലേ ആയുള്ളൂ. ശമ്പളം കിട്ടി കാണില്ല, അതാ വരാത്തത്. അല്ലേ പത്രം വായിച്ചോണ്ട് ഓടി വന്നേനെ. വരും. വീട്ടുകാരെ, വീട്ടുകാരെ, വീട് മാറിപ്പോയായിരിക്കും. താനൊന്ന് പോടും. വീട്ടുകാരെ, എന്റെ കൊച്ചു ഇവിടെ ഉണ്ടോ അതോ ചത്തോ? ആരും കാണുന്നില്ലല്ലോ. വീട്ടുകാരെ, വരുന്നുണ്ട്. വാടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തുറക്ക്. കുടുംബദ്രോഹി, കുടുംബദ്രോഹി, കഞ്ചാവലിയാ, കഞ്ചാവലിയാ, നിന്റെ ഒരു കഞ്ചാവലി, നിന്റെ കഞ്ചാവലി, നിന്റെ ശവം കൊണ്ടേ ഞാൻ തിരുവനന്തപുരത്ത് പോകത്തുള്ളടാ. നിന്നെ ഞാൻ കൊല്ലും, ഞാൻ ഇന്ന് ഞാൻ കൊല്ലുവിടാ നിന്നെ. കഞ്ചാവലിക്കോടാ നിന്നെ ഞാൻ എവിടെല്ലാം തപ്പിയെന്നറിയാം നിനക്ക്? നിൽക്കണ അവിടെ, കൊല്ലും നിന്നെ ഞാൻ, കൊല്ലും നിന്നെ ഞാൻ. ഓടണ്ട, നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. കഞ്ചാവലി അവിടെ നിൽക്കടാ. നിന്നെ വളർത്തിയത് ഞാനില്ല, നിന്നെ നീ ഓടി രക്ഷപ്പെടാൻ നിൽക്കവിടെ. കൊല്ലും നിന്നെ ഞാൻ, കൊല്ലുവിടാ നിന്നെ ഞാൻ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിടാ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. നാട്ടുകാരുടെ അടുക്കുന്ന കടവും വാങ്ങിച്ച് 16 രൂപ 50 പൈസ വണ്ടിക്കൂലിയും കൊടുത്താ ഞാൻ ഇവിടെ വന്നത്. കയ്യാനെ വിടണം, വിടണം. നിന്നെ തപ്പി ഞാൻ കോളേജിൽ പോയി, ഹോസ്റ്റലിൽ പോയി, എത്ര പിള്ളേരുടെ വീട്ടിൽ പോയെന്നറിയോ? ഓട്ടോറിക്ഷ കൂലി ഞാൻ എത്രയെന്നറിയോടാ നിനക്ക്? എത്രയാടോ? 45 രൂപ 50 പൈസ. 45 രൂപ 50 പൈസ. അതൊന്ന് പള്ളി പോയി പറഞ്ഞാ മതി. കയ്യെന്ന് വിടണം. ഇവിടെ നിന്നോടുള്ള കരി എനിക്ക് തീർന്നിട്ടില്ല. കയ്യെന്നോടെ നിന്നെ കൊല്ലും, ഞാൻ കൊല്ലും നിന്നെ. എനിക്ക് സമാധാനം കൊടുക്കുന്നു. അപ്പോ എടാ മോനെ, അപ്പൊ കൊണ്ട എന്തിനാടാ മോനെ നീ കഞ്ചാവ് വലിച്ച്? നീ പിഴകെട്ട് പോന്നെന്നറിഞ്ഞപ്പോ ചേച്ചിയുടെ ചങ്ക് പൊട്ടിപ്പോയടാ. അതല്ലേ ഞാൻ ഓടി വന്നത്. നോക്ക് നോക്ക്, നീ സത്യമായിട്ടും കഞ്ചാവ് വലിച്ചോ? എല്ലാം തൊളയാ. അപ്പൊ പത്രത്തിൽ ഫോട്ടോ വന്നതോ? അത് ഫോട്ടോ ട്രിക്കാ. ഫോട്ടോ ട്രിക്കോ? ആരും ശത്രുക്കൾ എന്റെ തലവെട്ടി ഒട്ടിച്ചതാവും. അതെയോ? അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ചേച്ചിക്കറിയാം. അയ്യോ, ഉടുപ്പ് കീറിപ്പോയല്ലോ. സാരമില്ല, ഞാൻ തയ്ച്ചോളാം. ചേച്ചിക്ക് മോനല്ലാതെ വേറെ ആരാ ഉള്ളു? ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. നോക്ക്, എന്റെ മോനെ അങ്ങനൊന്നും ചെയ്യല്ലേ. നോക്ക് നോക്ക്, ചേച്ചി മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണണോ? ഒരു ഷർട്ടാ. നോക്ക്, നോക്ക്, നന്നായിട്ടില്ലേ? ഒരു പാൻറ്റൂടെ തയ്പ്പിച്ചു. ചേച്ചിയുടെ ഈ കാശില്ലാത്തല്ലേ? അത് സാരമില്ലടാ, ഇത് കടം മേടിച്ചതാ. പക്ഷേ ഓൺ അഡ്വാൻസ് കിട്ടുമല്ലോ.
അപ്പൊ തിരിച്ചു കൊടുത്തോളാം. മോനെ അവധിക്ക് വരണേ. ദാ, 10 രൂപയുണ്ട്. ഇരിക്കട്ടെ മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും. ഒരു സിനിമ ഉണ്ട്, പോട്ടെ. എന്റെ മോനെ നീ കുരുത്തക്കേടൊന്നും കാണിക്കല്ലേ. പോട്ടെ മോനെ. എന്തിയടാ മറ്റേ കക്ഷി എവിടെ? അവിടെ ഉണ്ടല്ലോ. ആഹാ ആഹാ, കൊള്ളാമല്ലോ. ഇന്ന് വലിയ വിഭവ സമൃദ്ധമാണല്ലോ. ദൈവമേ, ഉണക്കറൊട്ടിയും പഴവും തിന്ന് മടുത്തു. ആ ഞങ്ങളിന്ന് പിള്ളേച്ചന്റെ കടയിൽ നിന്ന് 2 ക്യാരറ്റ് പടിക്ക് വാങ്ങിച്ചു. ചമ്മന്തിയാണല്ലോ. പിള്ളേച്ചാള് കൊള്ളാമല്ലോടാ. ഈ ബുദ്ധി നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോ. ചേച്ചി വന്നേ. ഞാനില്ല. വരൂന്നേ. അയ്യോ വേണ്ട. ഇതൊന്ന് പിടിച്ചേ. ഞാനില്ല, വേണ്ട. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. വരൂന്നേ. വേണ്ട. വാ ചേച്ചി, വരൂ പ്ലീസ്. കം. പപ്പടം. പിള്ളേച്ചന്റെ കടയിൽ നിന്നാണ്, ചുമ്മാ പറഞ്ഞതാ. ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാ. ചേച്ചി ഇരുന്നാട്ടെ. വേണ്ട, ഞാൻ പിന്നെ ഇരുന്നോളാം. ഇരിക്കുന്നേ. ആ കുട്ടി വല്ല അപകടവും കാണിച്ചിരിക്കുവോ? താന്റെ ഒരുമാതിരി ദുഷ്ടചിന്തകളെ ഉള്ളൂ. കുരുത്തക്കേടെ തോന്നു. അല്ല, താൻ പറഞ്ഞപ്പോ എനിക്കും എന്തൊരു പുലിവാലാണെന്ന് നോക്കണേ. മനുഷ്യന് ഒരു സ്വസ്ഥതയില്ല. എന്നിട്ട് ആ കുട്ടിയുടെ അകത്തുണ്ട്. താമല എഴുന്നള്ളിച്ചോ? ഞാൻ വിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ മിണ്ടാതെ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ കൈകാര്യം ചെയ്തോളാം. ഓരോ ഏടാ ഗുണങ്ങൾ. വാ. ഇരിക്കെ. ഉഷയുടെ അനിയത്തി അല്ലേ? എന്താ പേര്? ഇന്ദുന്നാ. ആ, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ അച്ഛൻ്റെ ഒരു പഴയ ശിഷ്യനാ. പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് കുട്ടിതാ എത്ര ഉള്ളൂ. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞാൻ ഡ്രോയിങ് മാഷ് അക്കിത്തം, ഓർമ്മയില്ലേ? ആ, അപ്പോ ഉഷ വീട്ടിൽ വന്നില്ല അല്ലേ? തിരുവനന്തപുരത്ത് പോയിരിക്കുക അല്ലേ? അല്ല, വീട്ടിൽ വന്നിട്ടേ പോകുന്നാണല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. അവിടെ അസംബ്ലി തുടങ്ങിയല്ലോ, അത് കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോകുന്ന എന്നോട് പറഞ്ഞിരുന്നു. ഇന്നലെ കൂടെ എന്നെ അവിടെ നിന്ന് വിളിച്ചിരുന്നു. ഇവിടെ സമരവും ബഹളവും എന്നൊക്കെ പത്രത്തിൽ വായിച്ചപ്പോ അച്ഛനൊരു പേടി. അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞയച്ചതാ. അച്ഛനോട് ഒന്നും പേടിക്കണ്ടെന്ന് പറയണം. അല്ല, നിങ്ങൾ എങ്ങനെ വന്നേ? ട്രെയിനില്ല. ആഹാരമെല്ലാം കഴിച്ചോ? വരുന്ന വഴിക്ക് കഴിച്ചു. ആ, അപ്പൊ ചാക്കോച്ച, ഇവർക്ക് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിൻ തന്നെ പോകാലോ. ഒരു ടിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞു കൊടുക്കും. അത് ഞാൻ അറേഞ്ച് ചെയ്തതാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ. അച്ഛനോട് ഒട്ടും പേടിക്കണ്ടെന്ന് പറയും. ഉഷ ഒരാഴ്ചക്ക് അങ്ങ് എത്തും. ആ, അച്ഛനോട് എന്റെ അന്വേഷണം പറയണം. ശരി. ഞാൻ പറ്റേ? ഓക്കെ. നമ്മുടെ കാര്യം എന്താടാ? കണ്ണെഴുതി ആലിലത്താലിച്ചി. ഇത്തവണ കൂടെ തോറ്റ മൂക്ക് തുളച്ചാൻ കുണുക്കിടും. ആരുടെ മുഖ തുറക്കുന്നത് കാണാലോ. ദാമു, സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. പാതി അടിക്കാതെ കളി അപ്പൊ കാണാലോ. അതിന് സുഖം. അപ്പൊ അത് ശരി. ആ, കള്ളക്കളി അല്ലേ? അങ്ങനെ വേണ്ട, സ്വന്തം ചെവിയിൽ നേരെ സൂത്രം തുടങ്ങി. ചോദിച്ചോ? സാർ വന്നിരിക്കുന്നു. കുറച്ചു നേരത്തേക്ക് നടത്തിരിക്കാം. വേഗം പ്ലീസ്. ആരാ?
നിന്റെ തന്ത. ഗുഡ് മോർണിംഗ് സർ. പങ്കജ് ഉധാർ. ബെസ്റ്റ് മീറ്റ് ഈറ്റ് യഹൂദി മെനു രവിശങ്കർ. എടാ നമ്മുടെ AR വെക്കുന്ന മെനുവിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, ആണോ? താഴെ ഇരിപ്പുണ്ട് സാർ. ആ എടാ ഞാനൊന്ന് കേട്ടിട്ട് വരാം. മായി എല്ലാവരും ഒന്ന് ലൈനായിട്ട് വന്നേ. നിക്കണം. എന്താടാ കാലിനൊരു ഏന്തല്? വല്ലവരും തല്ലി പിടിച്ചോ? നിനക്കൂടെ വേണ്ട പറഞ്ഞ മാറണം. അപ്പോ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാല് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോ ഞങ്ങൾ പോലീസുകാരുടെ ഇടയിൽ പലതരം ചോദ്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് 3 തരം. മനസ്സിലായോ? 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 ഇല്ല. ഒന്നാമതായിട്ട് ചോദിക്കാതെ പറയാം. അതായത് സാർ ഇവിടം വരെ വന്നു, ഞങ്ങളെയൊക്കെ കണ്ടു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്നാ ഉള്ള കാര്യങ്ങളെല്ലാം സാറിനോട് തുറന്നു പറഞ്ഞു കളയാം. അങ്ങനെ വല്ലതും പറയാനുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ രണ്ടാമതായിട്ട് കൈ പൊക്കടാ. ഓ രണ്ടാമതായിട്ട് ഞങ്ങൾ ഈ വാരിയലുണ്ടല്ലോ, വാരിയലിൽ പതുക്കെ ഇടും. കൊണ്ടോടാ. നിനക്കോ ഉണ്ടോടാ? ഉണ്ടോ?
ഒന്നുമില്ല അല്ലേ? ആ ഇകളില്ലേ? ഇകളില്ലേ? അപ്പോ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എവിടെ ഉഷ പറഞ്ഞു പോയാ പറയാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഓഹോ, അത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നേ. പിന്നെന്തിനാ ഇത്ര വലിയ നാടകം? നാടകോ? ഞാനാണോ നാടകം കളിക്കുന്നേ? ഇത്രയും ദിവസം ഇവിടെ കുഴഞ്ഞാടി ജീവിച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇവന്മാര് ചെയ്തതെന്നറിയോ? കിഡ്നാപ്പിംഗ്. അത് വകുപ്പ് പറയാ. എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ഓ അത് ശരി, സുഖവാസത്തിന് വന്നായിരിക്കും. നാണം ഉണ്ടോടി നിനക്ക്? വിളിച്ചു താമസിക്കാൻ കൊണ്ടൊരു കമ്പനി. ഓ പണക്കാരനുണ്ടല്ലോ. എടി ഇതിനും അനാവശ്യം പറയരുത്. എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ താമസിക്കും. കുറെ ദിവസം താമസിച്ചല്ലോ, ഇനി താമസിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. വാരര മാസം മോളായി പോയി. ഇല്ല എന്റെ തനിനിറം ഞാൻ കാണിച്ചു തന്നെ. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ അന്വേഷിച്ച് എന്റെ അടുത്താ വരുന്നേ. ഞാൻ ഓയി വെക്കാൻ ഫൂൾ. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? കേരളക്കാരോന്മാരെല്ലാം വണ്ടിയിൽ ഒരു മിനിറ്റ് പ്ലീസ്, ഒന്ന് വരൂ. വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പത്ര ഓഫീസിൽ വന്നിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അസംബ്ലി കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോയിരിക്കാണെന്നൊരു നുണയും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതൊരു കുറ്റമായി പോയെങ്കിൽ അങ്ങ് ക്ഷമിച്ചു കളഞ്ഞേരും. സാർ, ഇനി ഞാൻ സത്യം പറയാം. അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത് തന്നെയാണ്. അറിയാം, ഞെട്ടുന്നൊന്നുമില്ല. ഈ കുട്ടികളൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ബേസിക് ബില്ലിനുള്ളവരല്ല, പാവങ്ങളാണ്. നല്ല പാവങ്ങളാ. ഉഷയ്ക്ക് ഇവരെ ഇന്നലെ വരെയുള്ളൂ. എനിക്കിവരെ വർഷങ്ങളായിട്ട് അറിയാം. പ്രത്യേകിച്ച് ആ ദാമുവിനെയും സണ്ണിയും. വേറൊരുത്തരം കൂടെ ഉണ്ട്, അജിത്ത്. അള്ള കള്ളോറവൻ. ആ കോളേജിൽ എന്തലമ്പുണ്ടായാലും ഞാൻ ആ ദിവന്മാരെ മൂന്നിനെ പിടിച്ച് അങ്ങ് പൂശും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലെന്നേ. ഞാൻ ഇവന്മാരെ ഇതിന് മുമ്പും തല്ലിയിട്ടുണ്ട്. ചേച്ചി നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കാണോ? എല്ലോടിച്ചത് ഓരോന്നായിരിക്കും. ഒന്ന് പോടായിരുന്നു. ചേച്ചി വന്നില്ല, കാണായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും പോവാം, ആരും എന്നെ തടയാനില്ല. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാം പഴയതുപോലെയാവും. ഞാൻ ആ ലേഖനം എഴുതി. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. മനഃപൂർവ്വമല്ല. ഈ 4 പേരെയെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ. ഞാനെന്ത് പറയാനാ? ഒന്നും പറയുന്നില്ല. എല്ലാ ഉഷയുടെ ഇഷ്ടം. ഇനിയിപ്പോ ഞാൻ വീട്ടിലെന്ത് പറയണം? ആ ചാക്കോച്ചനോട് എന്ത് പറയണം? അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു പ്ലീസ്. സാർ അമ്മയെ കാണാൻ പോയോ? ഇല്ലെന്നേ. എന്തൊരു പുലിവാലാണെന്ന് നോക്കണേ. എന്നെ കൊണ്ട് വയ്യ. ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ എന്നെ കൊല്ലും. ഓഹോ, കളിയാക്കിയതാണല്ലേ? അല്ല സാറ്. നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ പരിചയമായി, അടുപ്പമായി. ഇനി സാറേ സാറേ എന്നുള്ള വിളിയും ഒഴിവായി കൂടെ? കേൾക്കുന്നവർക്കും പോറ്, പറയുന്നവർക്ക് അതിലേറെ പോറ്. എന്നാ മിസ്റ്റർ പ്രതാപ്? ആണ്ട കിടക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നു. അവരുടെ ഒരു തമാശ. എന്താടാ, വീട്ടിലൊരു അതിഥി വന്ന ഒരു ചായ കൊടുക്കാനുള്ള മര്യാദ ഒന്നും അറിയില്ലേ? അപ്പൊ സാറിന് ചായ എടുത്തുണ്ടോ? ആ പിന്നെ ആ മെനുഹിന്റെ ഡിസ്ക് കൂടെ എടുത്തോ. വേഗം ചെല്ലടാ.
കേട്ടിട്ട് തരാം. ഇവിടെ പേനുണ്ടോ? എന്നിട്ട് അയ്യോ അയ്യോ മാറിക്കോളൂ. ആ, അയ്യോ അയ്യോ ഇതില് വല്ല മയക്കുമരുന്നും കലർത്തിയിട്ടുണ്ടോടാ? അയ്യോ സാറ് ചുമ്മാ. ആ പിന്നൊരു കാര്യം, ഇത്രയും ദിവസം നിങ്ങൾ 5 പേരും മാത്രം അറിഞ്ഞൊരു കഥയാണിത്. ഇന്ന് 6ാമതൊരാളൂടെ അറിഞ്ഞിരിക്കുന്നു, അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നിങ്ങളെ വിശ്വസിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ ഞാൻ തിരിച്ചു പോവാണ്. ഐ എം ടേക്കിംഗ് എ റിസ്ക്. എന്ന് വെച്ചാൽ മൊത്തം കാര്യങ്ങൾ രഹസ്യമായിരിക്കണമെന്ന്. ആ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ മൂക്കിന്റെ മുമ്പത്ത് വെച്ച് ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചവരല്ലേ? അല്ലടാ ഞാൻ പറ്റേ